ഹായ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിൽ നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി. പ്രധാനമായും ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് 5 തിരിക്കാം. 5 മേഖലകളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തേത് ഉത്തരപർവ്വത മേഖല, 2 ഉത്തരേന്ത്യൻ സമതലം, 3 ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇങ്ങനെ 5 തിരിക്കാം. ഇതിനെ തന്നെ ഈ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എന്താക്കാം, 3 തിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നെന്ന്. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പർവ്വതങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ചതിൽ ഹിമാലയത്തിനെ നമുക്ക് വീണ്ടും 3 തിരിക്കാൻ പറ്റും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നെല്ലാം പറഞ്ഞു. ഇത് ഞാനൊരു പൊതുവായിട്ടൊരു ഔട്ട്ലൈൻ തന്നേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇതിൽ ഉത്തരപർവ്വത മേഖല എന്ന് വെച്ചാൽ പാമീർ കെട്ടിൽ നിന്നും ആരംഭിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. അതായത് പാമീർ കെട്ട് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നൊക്കെ പറയുന്ന ഒന്നാണ് പാമീർ കെട്ട്. ഈ പാമീർ കെട്ടിൽ നിന്നും ആരംഭിച്ചിട്ട് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല. അതിൽ ഈ പാമീർ കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കുഷ്, ടിയാൻ ഷാൻ, കുൻലുൻ. ഈ പാമീർ വ്യാപിച്ച് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, താക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ. ഈ ഉത്തരപർവ്വത മേഖല എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ പാമീർ കെട്ടിൽ നിന്നും ആരംഭിച്ച് എവിടം വരെയാ? കിഴക്ക് പൂർവാഞ്ചൽ വരെയല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുക നീളം ഉണ്ടാവും. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്ന് പർവ്വതങ്ങളുടെ ശരാശരി ഉയരം, അതിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ 900 മീറ്ററിന് മുകളിലാണ്. ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉത്തരപർവ്വത മേഖലയിലെ പർവ്വത നിരകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രായം കുറവായിരിക്കും. ഈ പർവ്വത നിരകൾക്ക് എന്താണ്, താരതമ്യേന പ്രായം കുറവായിരിക്കും. അതുപോലെ തന്നെ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ. ഓക്കെ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ പർവ്വത മേഖലയ്ക്ക് വ്യാപ്തിയുണ്ട്. എവിടെ? ഉത്തരപർവ്വത മേഖലയ്ക്ക് കേട്ടോ. അതായത് പടിഞ്ഞാറ് സിന്ധു, അതായത് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങ് കിഴക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഏത് നദിയായിരിക്കും ഉണ്ടാവുക? കിഴക്ക് എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മപുത്ര നദിയായിരിക്കും. എപ്പോഴും നമ്മൾ ഓർക്കണം, കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദി, പടിഞ്ഞാറ് സിന്ധു. ഈ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഉത്തരപർവ്വത മേഖലയ്ക്ക് എന്തുണ്ട്? വ്യാപ്തിയുണ്ട്. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എന്തായി തിരിക്കാം? 3 തിരിക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എന്താക്കാം? 3 തിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന എന്താ പറയുക പർവ്വതങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെയുള്ളത്. ഇനി ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ ഗാരോ, ഖാസി, ജൈന്തിയ കുന്നുകൾ മേഘാലയയിലാണ്. പത്ഖൈബൂം നാഗാലാൻഡ്. നാഗാ കുന്നുകൾ നാഗാലാൻഡിന്, മീസോ കുന്നുകൾ മിസോറം. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് കേട്ടോ. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ടോപ്പിൽ വടക്കിൽ കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതം ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ടിബറ്റൻ ഹിമാലയം എന്നും നമ്മൾ എന്ത് അറിയപ്പെടുന്നുണ്ട്? ഈ ട്രാൻസ് ഹിമാലയത്തിനെ അറിയപ്പെടുന്നുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 40 കിലോമീറ്റർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 965 കിലോമീറ്റർ. ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയ പർവ്വത നിരകളെ 3 തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ, ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് എന്തെന്ന്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ
പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അതായത് കാരക്കോറം എന്ന് പറയുമ്പോൾ ടോപ്പിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതെന്താണ്, അത് ഒരു ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു എന്ന്. പാമീർ പർവ്വതക്കെട്ട്, അതായത് ലോകത്തിൻ്റെ മേൽക്കൂരയാണ് പാമീർ പർവ്വതക്കെട്ട്. അതുമായിട്ട് എന്ത് ചെയ്യുന്നു, ഹിമാലയ പർവ്വതത്തെ ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് വടക്ക് ഭാഗത്താണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് വടക്ക് ഭാഗത്തായിട്ടാണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലായിട്ടാണ് കാരക്കോറം, വടക്ക് ഭാഗത്തായിട്ടാണ് എന്താണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏത്? മൗണ്ട് കെ2. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അതിന് പേരുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കെ2. അതിൻ്റെ ഇതെന്ന് പറയുന്നത് 8611 മീറ്ററാണ്. മൗണ്ട് കെ2വിൻ്റെ പ്രാദേശിക നാമങ്ങളാണ് ദാബ്സാങ്, ലംബ പഹാർ, അതായത് ദാബ്സാങ് എന്നും അതുപോലെ തന്നെ ലംബ പഹാർ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എവിടെയാണ്? കാരക്കോറം. നമ്മൾ പറഞ്ഞില്ലേ കാരക്കോറം, മൗണ്ട് കെ2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ കിം എന്ന നോവൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം. റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഹിമാലയം. എന്താണ്? ട്രാൻസ് ഹിമാലയം. അടുത്ത നെക്സ്റ്റ് വൺ ഹിമാലയം. ഹിമാലയം എന്ന് പറയുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. അതായത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ, അതായത് നടുക്കായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം. ഓക്കെ, അത് എങ്ങനെയാണ്? വടക്കു പടിഞ്ഞാറും തെക്കു കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കു പടിഞ്ഞാറും തെക്കു കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കേട്ടോ. ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. എത്രയാണ്? ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2400. എന്നാൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെയോ 3000 മീറ്റർ ആണ് കേട്ടോ. ശരാശരി ഉയരം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 3000 മീറ്ററും ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളമാണ് 2400 കിലോമീറ്റർ എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 965 കിലോമീറ്റർ ആട്ടോ. 965 കിലോമീറ്റർ. എന്നാൽ ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിൻ്റെ നീളവും വീതിയും കുറഞ്ഞു വരുന്നു. അതായത് കിഴക്ക് ഭാഗത്തോട്ട് പോകുന്തോറും ഹിമാലയത്തിൻ്റെ നീളവും വീതിയും കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നമ്മൾ പറഞ്ഞില്ലേ ഈ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് കേട്ടോ. ഹിമാദ്രി മഞ്ഞ് മൂടിയ പർവ്വത നിരകളാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പിൽ ആണല്ലോ, ടോപ്പിലാണ് ഹിമാലയത്തിൽ വരുന്ന ടോപ്പിലാണ്. അപ്പം മഞ്ഞ് മൂടിയ പർവ്വത നിരകളായിരിക്കും എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയുടെ മറ്റു പേരുകളാണ് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. സമുദ്രനിരപ്പിൽ നിന്നും ഹിമാദ്രിയുടെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 6100 മീറ്ററിന് മുകളിലാണ്. ഹിമാദ്രിയുടെ ഏകദേശ വീതി എന്ന് പറയുന്നത് 25 കിലോമീറ്റർ. ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്ക പർവ്വതം. ഏതൊക്കെയാണ് ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്ക പർവ്വതം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരത്തിൽ ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്ക പർവ്വതം. ഓക്കെ, ഇനി ഹിമാചൽ. അടുത്തതാണ് നമ്മളെ ഈ ഹിമാലയത്തിൽ ഉൾപ്പെട്ട ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇല്ലേ, അതിൽ അടുത്തതാണ് ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കും സിവാലിക്കിന് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അതായത് നടുക്കായിട്ടായിരിക്കും ഉണ്ടാകുക. ഹിമാദ്രിക്ക് തെക്കും സിവാലിക്കിന് വടക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്നു, മധ്യത്തിൽ കേട്ടോ. ഷിംല, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ ഭാഗം. അതായത് ഷിംല, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ ഭാഗമാണ് ഇത്? ഹിമാചൽ. ഷിംല, ഡാർജിലിംഗ് കേട്ടോ.
സമുദ്രനിരപ്പിൽ നിന്നും ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. ഓക്കെ, ഹിമാചലിൻ്റെ ഏകദേശ വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഹിമാചലിൻ്റെ മറ്റു പേരുകൾ ലെസ്സർ ഹിമാലയം, മിഡിൽ ഹിമാലയം എന്നെല്ലാമാണ്. എന്താണ് മിഡിൽ? നമ്മൾ പറഞ്ഞില്ലേ, സിവാലിക്കിനും അതുപോലെ തന്നെ ഹിമാദ്രിക്കും ഇടയിലാണ് ഏതെന്ന് പറയുന്നത്, ഹിമാചൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അത് മിഡിലായിരിക്കും. ഓക്കെ, ലെസ്സർ ഹിമാലയ, മിഡിൽ ഹിമാലയ. ഇനി സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്നതും ഗംഗാ സമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സിവാലിക് എന്ന് പറയുന്നത്. എന്താണ്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക്, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ആര്? സിവാലിക്. ഗംഗാ സമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? പുറമേ ഉള്ളതാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഏത്? സിവാലിക്. സിവാലിക്കിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1220 മീറ്ററാണ്. സിവാലിക്കിൻ്റെ ഏകദേശ വീതി എന്ന് പറയുന്നതോ 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. സിവാലിക് പർവ്വതനിരക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയാണ് ഡൂണുകൾ. ഏറ്റവും വലിയ ഡൂണുകളാണ് ഡെറാഡൂൺ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. അതെവിടെയാണ്? നേപ്പാളിൽ കേട്ടോ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എവിടെയാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയത്തിലാണ്. എവറസ്റ്റ് എവിടെയാണ്? ഹിമാലയത്തിൽ. 1954 സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കു പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848 മീറ്ററാണ്. എന്നാൽ അത് 2020 നേപ്പാൾ, ചൈന രാജ്യങ്ങളുടെ സംയുക്ത സർവേ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എന്താണ്? 8848.86 മീറ്റർ എന്നാണ് പറഞ്ഞത്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് എന്താണ്? സാഗർമാത എന്നാണ്. സാഗർമാത. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് അല്ലേ? മൗണ്ട് എവറസ്റ്റിൻ്റെ നീളം എത്രയാണെന്ന് പറഞ്ഞത്? എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണെന്നാണ് പറഞ്ഞത്? 8848 അല്ലേ? 8848 മീറ്റർ. ഇത് നേപ്പാളിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സാഗർമാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഈ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? ഏത് പർവ്വതനിരയിലാണ്? ഹിമാലയം പർവ്വതനിരയിലാണല്ലേ, നേപ്പാളിൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ശിലാമണ്ഡല ഫലകങ്ങളാണ്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, മുട്ടയുടെ പാളി നോക്കുക, പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ. അപ്പോൾ ആ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളക്കരുവാണ് ഭൂവൽക്കം.